ഒരാൾ നശിക്കാൻ വേണ്ടി പണ്ട് മുതലേ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോഴുണ്ട് ഈ കൂടോത്രം പോലത്തെ പല കാര്യങ്ങളും. ശരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരോടും ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരോടും എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ സ്ട്രെങ്ത് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ ഒരാൾ കുറേ കനൽ കൂട്ടിയെടുത്തിട്ട് നിങ്ങളെ മേലേക്ക് എറിഞ്ഞു എന്ന് കരുതുക. ആരുടെ കൈയായിരിക്കും കൂടുതലായിട്ട്, അല്ലെങ്കിൽ ആരുടെ ശരീരമായിരിക്കും കൂടുതലായിട്ട് പ്രശ്നത്തിലേക്ക് എത്തുന്നുണ്ടാവുക? ഈ എറിഞ്ഞ ആളുടേതായിരിക്കും അല്ലേ? നമ്മൾക്ക് ആ കാര്യത്തിൽ വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞ അഭിചാരക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടാലാണല്ലോ നമുക്ക് സ്റ്റക്കാവുന്നുണ്ടാവുക. ആ സമയം തൊട്ടിട്ട് നമ്മളുടെ മൈൻഡ്, നമ്മളുടെ ബ്രെയിൻ, നമ്മളുടെ ചിന്തകൾ എങ്ങനെയാണ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നമ്മളിൽ വർക്കാവുകയില്ലേ എന്നുള്ളത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് യാതൊരു പ്രശ്നവുമില്ല, യാതൊരു പേടിയുമില്ല. നിങ്ങൾ അതിൻ്റെ മേലെ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ എപ്പം തൊട്ടിട്ട് ഇതിനെക്കുറിച്ചിട്ട് പേടിക്കാൻ തയ്യാറാവുന്ന അന്ന് തൊട്ടിട്ട് അത് നിങ്ങളിൽ എഫക്റ്റ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അൾട്ടിമേറ്റ്ലി ഇതൊന്നുമല്ല, നമ്മളാണ് ഇതിൻ്റെ കാരണക്കാരൻ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഇതിൻ്റെ കാരണക്കാരൻ എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണോ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് അടിസ്ഥാനം.